വെൽക്കം ബാക്ക് ടു നാഷണൽ അക്കാദമി NIOS SSLC ഇംഗ്ലീഷിലെ 17ാമത്തെ അധ്യായമായിട്ടുള്ള കെയറിംഗ് ഫോർ ഒതേഴ്സ് എന്നുള്ള അധ്യായമാണ് നമുക്ക് ഈ ഒരു വീഡിയോയിൽ പറയാനുള്ളത്. എന്താണ് കെയറിംഗ് ഫോർ ഒതേഴ്സ്? മറ്റുള്ളവരെ പരിചരിക്കുക അല്ലെ, മറ്റുള്ളവരോടുള്ള ഇടപഴക്കങ്ങളും അവരോടുള്ള പരിചരണമൊക്കെ എങ്ങനെ ആയിരിക്കണം എന്നുള്ള ഒരു ഭാഗമാണ് നമുക്ക് ഈ ഒരു ക്ലാസ്സിൽ പറയാനുള്ളത്. അപ്പം ഈ ഒരു ഭാഗത്ത് പറയുന്നത് മദർ തെരേസയെയും അതുപോലെ നമുക്ക് പറയാനുള്ളത് ജാനകി അയ്യരെയും കുറിച്ചാണ്. അവരുടെ സോഷ്യൽ വർക്കിനെ കുറിച്ചാണ് നമുക്ക് ഈ ഒരു അധ്യായത്തിൽ പറയാനുള്ളത്. 2 സെക്ഷനായിട്ടാണ് ഈ ഒരു അധ്യായം കൊടുത്തിട്ടുള്ളത്. ഒന്നാമത്തെ സെക്ഷനിൽ മദർ തെരേസയുമായിട്ടുള്ളൊരു ഇന്റർവ്യൂ ആണ്. ഓക്കെ, അപ്പം നമുക്ക് എന്താണ് ഇതിൽ പറയുന്നത് നോക്കാം. ഇൻട്രൊഡക്ഷൻ പറയുന്നത് ലവ് ആൻഡ് കെയർ ആർ 2 important feelings that bind us together. അല്ലേ, നമുക്ക് സ്നേഹവും കരുതലും രണ്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു അനിവാര്യ ഘടകമാണ്. അതുപോലെ തന്നെ we all love our friends and relatives, but there are some people who share their love with all of humanity. അല്ലേ, നമ്മളെല്ലാവരും നമ്മുടെ ഫ്രണ്ട്സിനെയും അതുപോലെ നമുക്ക് ബന്ധപ്പെട്ട കുടുംബക്കാരെയും ബന്ധുക്കളെയൊക്കെ നമ്മൾ സ്നേഹിക്കുന്നുണ്ട്. എന്നാൽ ഇതുപോലെ എല്ലാ ഭാഗത്തും എല്ലാവരെയും സ്നേഹം പ്രകടിപ്പിക്കാറുണ്ട് എന്നുള്ളതാണ്. അതുപോലെ ഷെയർ ദെയർ ലവ് വിത്ത് ഓൾ ഓഫ് ഹ്യൂമാനിറ്റി, ഇതുപോലെ എല്ലാ മനുഷ്യ സമൂഹത്തോടും എല്ലാവരും സ്നേഹം പരസ്പരം പ്രകടിപ്പിക്കാറുണ്ട്. ദേ ടേക്ക് കെയർ ഓഫ് those who are alone and helpless. ചില ആളുകൾ സമൂഹത്തിലെ സ്നേഹം ലഭിക്കാത്ത ചില ആളുകളുണ്ട്. അവർക്കൊരിക്കലും അവരെ നമ്മൾ നന്നായിട്ട് സംരക്ഷിച്ച് കൊണ്ടുപോവേണ്ടതുണ്ട്. they take care of those who are alone and helpless. ചില ആളുകൾ ഒറ്റക്കായിരിക്കാം, ഏകാന്തത അനുഭവിക്കുന്ന ആളുകൾ ഉണ്ടാകും, ഒരു നിസ്സഹായരായിട്ടുള്ള ആളുകൾ ഉണ്ടാകും. okay, they extend their hand to help those who are in difficult situations. They don't look forward to any reward for their kind actions. ചില പ്രവർത്തനങ്ങൾക്കൊക്കെ ചില കാര്യങ്ങൾ പരസ്പരം പങ്കുവെക്കാൻ കഴിയാത്ത ആളുകൾ ഉണ്ടാകും, ചില ബന്ധുക്കളില്ലാത്ത ആളുകൾ ഉണ്ടാകും. അപ്പൊ അവരെയൊക്കെ നമ്മളും നമ്മുടെ കൂടെ കൂട്ടുക എന്നുള്ളതാണ് നമുക്ക് ഈ ഒരു അധ്യായത്തിൽ പ്രധാനമായിട്ടും പഠിക്കാനുള്ളത്. അതുപോലെ വാട്ട് ക്യാൻ വി ഷാൽ സച്ച് പീപ്പിൾ, ഇങ്ങനെയുള്ള ആളുകളെ, ആരാരുമില്ലാത്ത ആളുകൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഷാൾ വി കോൾ ദം ദ സേവിയർ ഓഫ് ഹ്യൂമാനിറ്റി. അല്ലേ, നമുക്ക് അവരൊക്കെ സേവിയർ ഓഫ് ഹ്യൂമാനിറ്റി എന്ന് വിളിക്കാൻ പറ്റും. വി ഷുഡ് ബി പ്രൗഡ് ഓഫ് ദം. അവർ കാരണം ചില ആളുകളെ ഒരുപാട് സഹായിക്കുന്ന ആളുകൾ ഉണ്ടാകും. സ്വന്തം ജീവിതം പോലും മറന്ന് മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്ന ആളുകൾ ഉണ്ടാകും. അവർ കാരണം നമ്മൾ പ്രൗഡ് ആവണം. അവർ കാരണം നമ്മൾ എന്താവണം? അഭിമാനം കൊള്ളേണ്ടതുണ്ട് എന്നതാണ്. ഓക്കെ, വി ഷുഡ് ബി പ്രൗഡ് ഓഫ് ദം. അവർ കാരണം നമ്മൾ ഈ ലോകത്ത് അവരെ പോലെ ഒരാൾ ഉണ്ടായത് കൊണ്ട് നമ്മൾ അഭിമാനിയാവണം എന്നുള്ളതാണ്. ദ ലെസൺസ് ഈസ് ഡിവൈഡഡ് ഇൻടു 3 പാർട്സ്. അല്ലെ, 3 ഭാഗങ്ങളായിട്ടാണ് ഈ ഒരു അധ്യായം നമുക്ക് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ദ ഫസ്റ്റ് ഈസ് എൻ ഇന്റർവ്യൂ വിത്ത് മദർ തെരേസ. ഒന്നാമത്തെ സെക്ഷൻ എന്ന് പറയുന്നത് ഇന്റർവ്യൂ ആണ്, മദർ തെരേസയുമായിട്ടുള്ള ഒരു ഇന്റർവ്യൂ ആണ്. നെക്സ്റ്റ് ദ സെക്കൻഡ് ഈസ് റിപ്പോർട്ട് അബൌട്ട് ജാനകി അയ്യരുമായിട്ടുള്ള ഒരു റിപ്പോർട്ടാണ്. ആൻഡ് ഹെർ സ്കൂൾ, അവരുടെ സ്കൂളിലുള്ള ആനന്ദഭാരതി. ദ തേർഡ് ഈസ് സ്റ്റോറി ഓഫ് യങ് ഗേൾ കാൾഡ് ഭാഗ്യ എന്ന് പറയുന്ന പെൺകുട്ടിയുടെ ഒരു കഥയാണ് മൂന്നാമത്തെ മൂന്നാമത്തെ സെക്ഷനിൽ പറയുന്നത്. ഓക്കെ, അപ്പം നെക്സ്റ്റ് നമുക്ക് ആദ്യമായിട്ട് മദർ തെരേസയെ കുറിച്ച് നോക്കാം. നമുക്ക് എല്ലാവർക്കും അറിയുന്ന ആളാണ് മദർ തെരേസ. എന്നിരുന്നാലും എന്താണ് ഇതിൽ പറയുന്നത് നോക്കാം. ഷീ വാസ് ബോൺ ഇൻ സൗത്ത് യുഗോസ്ലാവിയയിലാണ് മദർ തെരേസ ജനിച്ചിട്ടുള്ളത്. അറ്റ് ദ ഏജ് ഓഫ് 19 വയസ്സിൽ ഷീ കെയിം ടു ഡർജിലിംഗിലേക്ക് അവൾ വന്നു. ഇന്ത്യ ടു ടീച്ച്. ഇൻ 1931 ഷീ ഡിസൈഡഡ് ടു സെർവ് ദ പുവറസ്റ്റ് ഓഫ് ദ പുവർ. അല്ലെ, പാവപ്പെട്ടവരിൽ ഏറ്റവും പാവപ്പെട്ട ആളുകളെ അവർക്ക് വേണ്ടി ജീവിക്കാൻ, അവരെ സെർവ് ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുകയും ചെയ്തു. ഇന്ന് 1931 അങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നത്.
ഷീ ബിലോങ്ഡ് ടു ദ ഓർഡർ ഓഫ് മിഷണറീസ് ഓഫ് ചാരിറ്റി. ദേ റൺ 40 സ്കൂൾ, അല്ലെ 40 സ്കൂളുകളോളം സ്വന്തം കെയറിൽ നടത്തുന്നുണ്ട്. 30,000 ചിൽഡ്രൻ ആർ എഡ്യൂക്കേറ്റഡ്, അല്ലെ 30,000 വിദ്യാർത്ഥികളോളം ആ ഒരു സ്കൂളിൽ പഠിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ദേ ഓൾസോ ഹാവ് മൊബൈൽ ഡിസ്പെൻസറീസ്, അല്ലെ മൊബൈൽ ഡിസ്പെൻസറീസും ആ ഒരു മദർ തെരേസയ്ക്ക് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ട്രെയിനിങ് സെന്റേഴ്സ് ആൻഡ് ഡിസ്റ്റിറ്റ്യൂട്ട് ഹോംസ് ഫോർ ദ പുവർ ആൻഡ് ദ നീഡി, അല്ലെ അവശരർക്കും പാവപ്പെട്ട ആളുകൾക്കുമുള്ള അവരെ സഹായിക്കുന്ന ഒരു ഹൗസ് വാമിങ് അവരൊരു ഹൗസും ഉണ്ടായിരുന്നു. അതിന് അവരെ സഹായിക്കാനായിട്ട് ഒരു ആതുരാലയം കൂടി ഈ നമ്മളുടെ മദർ തെരേസയ്ക്ക് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇൻ 1979, ഓക്കെ 1979 ഷീ റിസീവ്ഡ് ദ നോബൽ പ്രൈസ് ഫോർ ഹെർ സർവീസസ് ഇൻ ടു ദ പുവർ. ഈ പാവപ്പെട്ടവരോടുള്ള ഈ ഒരു ദയയും ആ പാവപ്പെട്ടവരെ സഹായിക്കാൻ അവർക്ക് വേണ്ടി ജീവിക്കുവാനുള്ള ഒരു മനസ്സിന് നമ്മളുടെ 1979 നോബൽ പ്രൈസ് നൽകി ആദരിച്ചു. ഓക്കെ, അതുപോലെ തന്നെ ഷീ വാസ് ഓൾസോ ഗിവൺ ദ ഭാരത് രത്ന ബൈ ദ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഇൻ 1980. 1980 ഭാരത രത്ന നൽകിയും ഇന്ത്യ ഗവൺമെന്റ് ആദരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പം ഇങ്ങനെയുള്ള പാവങ്ങളെ സഹായിക്കാൻ മനസ്സ് വരുന്ന ആളുകളെ നമ്മളെപ്പോഴും കരുതലോടെ കരുതണം. അവർക്ക് വേണ്ടി അവരെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുകയും വേണം എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് പറയുന്നത് ജാനകി അയ്യർ ആണ്. എന്താണ് ജാനകി അയ്യറുടെ കഥ? ജാനകി അയ്യർ എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് പാവപ്പെട്ട ആളുകൾക്ക് വേണ്ടി ഇതുപോലെ നമ്മളുടെ മദർ തെരേസയെ പോലെ തന്നെ, മദർ തെരേസന്റെ ഒരു കഥയുണ്ട്. അദ്ദേഹത്തിന്റെ ഇന്റർവ്യൂവിൽ മദർ തെരേസ പറയുന്നുണ്ട്, ഒരു പ്രാവശ്യം 19-ാം വയസ്സിൽ, നേരത്തെ സൂചിപ്പിച്ചല്ലോ 19-ാം വയസ്സിൽ ഒരു പെൺകുട്ടി പുഴു അരിച്ചില്ല ഒരു എറുമ്പും ഒക്കെ അരിച്ചിട്ട് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ആ ഒരു കുട്ടിയെ എടുത്ത് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുകയും ഹോസ്പിറ്റലിൽ ആളുകൾ ആ ഒരു കുട്ടിയെ സ്വീകരിച്ചില്ല. ഒരു രോഗം പിടിച്ചിട്ടുള്ള അവസ്ഥയിലാണുള്ളത്. അവരെ സ്വീകരിച്ചില്ല, ഞങ്ങളെ കൊണ്ട് ചികിത്സിക്കാനാവില്ല എന്ന് പറഞ്ഞപ്പോൾ അവിടെ ചികിത്സ കൊടുക്കുന്നത് വരെ സമരം ചെയ്ത് ആ ചികിത്സയ്ക്ക് വേണ്ടി മുന്നോട്ട് നിന്ന് ചികിത്സിപ്പിച്ചു എന്നുള്ളതാണ് ഈ ഒരു മദർ തെരേസയുടെ ഫസ്റ്റ് സ്റ്റെപ്സ് എന്ന് പറയുന്നത്. ഈ ഒരു ഭാഗത്തേക്ക്, അല്ലെ സാമൂഹ്യ സേവനത്തിലേക്ക് ഇറങ്ങാനുള്ള ആദ്യ ഒരു പടി എന്ന് പറയുന്നത് എന്താണ്? ഈ ഒരു കുട്ടിയുമായി ഹോസ്പിറ്റലിലേക്ക് പോയപ്പോൾ അവിടെ അവർ സ്വീകരിച്ചില്ല. ആ സ്വീകരിക്കാത്തത് കാരണം അവർ സ്വീകരിക്കുന്നത് വരെ അവരോട് സമരം ചെയ്തു, അവരോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് അങ്ങനെ അത് ചികിത്സിപ്പിച്ചു, അവസാനം മാറി എന്നുള്ളതാണ്. ഓക്കെ, അതാണ് ഇവിടെ നമ്മളുടെ ഒരു മദർ തെരേസന്റെ ഒരു കഥയിൽ പറയുന്നത്. നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത് ജാനകി അയ്യരെ കുറിച്ചാണ്. ജാനകി അയ്യർ ഇസ് എ 70 years old woman, അല്ലെ 70 വയസ്സുള്ള പ്രായമുള്ള ഒരു അമ്മയാണെന്ത് ജാനകി അയ്യർ എന്ന് പറയുന്നത്. ഹു ഈസ് വെരി ഡിഫറെന്റ് ഫ്രം അതർ വുമൺ ഓഫ് ഹെർ ഏജ്, അല്ലെ ഈ ഒരു പ്രായത്തിൽ ബാക്കിയുള്ളവരിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടുള്ള വ്യക്തിയായിരുന്നു ജാനകി അയ്യർ എന്ന് പറയുന്നത്. ഷീ ടീച്ചസ് ഗേൾസ് ഹു ആർ ഡൊമസ്റ്റിക് ഹെൽപ്പേഴ്സ് ആൻഡ് ഹു therefore can not attend of normal school. ഒരു സാധാരണ സ്കൂളിൽ പോകാൻ കഴിയാത്ത പെൺകുട്ടികൾക്കൊക്കെ അവരെ തെരഞ്ഞു പിടിച്ച് അവർക്ക് വിദ്യാഭ്യാസം നൽകുന്ന ഒരു സാഹചര്യമായിരുന്നു നമ്മളുടെ ജാനകി അയ്യർക്ക് ഉണ്ടായിരുന്നത് എന്നുള്ളതാണ്. ദ ഡെക്കാൻ ക്രോണിക്കൽ പബ്ലിഷേഴ്സ് എ റിപ്പോർട്ട് അബൌട്ട് ജാനകി അയ്യർ. ഡെക്കാൻ ക്രോണിക്കൽ, ഇംഗ്ലീഷിലെ പത്രമായിട്ടുള്ള ഡെക്കാൻ ക്രോണിക്കൽ നമ്മളുടെ ജാനകി അയ്യരെ കുറിച്ച് ഒരു റിപ്പോർട്ട് ചെയ്തിരുന്നു. ആൻഡ് ഹെർ നോൺ ഫോർമൽ സ്കൂൾ കാൾഡ് ആനന്ദഭാരതി എന്നുള്ള പേരിലുള്ള ഒരു അറിയപ്പെടാത്ത ഒരു സ്കൂളിനെ കുറിച്ച്. ദ റിപ്പോർട്ട് ടെൽസ് us that although she school is an non formal institution, അല്ലെ ഈ ഒരു റിപ്പോർട്ടിൽ പറയുന്നതെന്ന് വെച്ചാൽ ഈ ഒരു സ്ഥാപനം അറിയപ്പെടാത്ത സ്ഥാപനം ആയിരുന്നെങ്കിൽ കൂടിയും the students and the teachers are very serious about education of the examination, അല്ലെ ഈ അവിടുത്തെ ആ ഒരു സ്ഥാപനം ആനന്ദഭാരതി എന്ന് പറഞ്ഞ സ്ഥാപനം അത്ര ഫേമസ് ആയിരുന്നില്ല എന്നുണ്ടെങ്കിലും നമ്മളുടെ അവിടെ പഠിപ്പിക്കുന്ന അധ്യാപകരും വിദ്യാർത്ഥികളൊക്കെ വിദ്യാഭ്യാസത്തോട് ഭയങ്കര താല്പര്യമുള്ള ആളുകളും ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ട് സീരിയസ് ആയിട്ട് തന്നെ എക്സാമിനേഷനൊക്കെ നടത്തുന്ന ആളുകളായിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. ദ സ്കൂൾ ഹാസ് വെരി ഹൈറ്റി ക്വാളിഫൈഡ് ടീച്ചേഴ്സ് ആൻഡ് അതർ സ്റ്റാഫ്സ്. അവിടെയുള്ള സ്റ്റാഫുകളായിക്കോട്ടെ അധ്യാപകരായിക്കോട്ടെ ഭയങ്കര ക്വാളിഫിക്കേഷൻ ഉള്ള ആളുകളായിരുന്നു ഉണ്ടായിരുന്നത്. ദ എയിം ഓഫ് ദ സ്കൂൾ ഈസ് to educate the students as well as to make them strong and confident people with values and skills which will stay with them all their lives. അല്ലെ ഈ ഒരു സ്കൂളിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് പാവപ്പെട്ട ആളുകളെ
വിദ്യാഭ്യാസം നേടാൻ കഴിയാത്ത ആളുകളെ തെരഞ്ഞു പിടിച്ച് അവർക്ക് വിദ്യാഭ്യാസം നൽകി സമൂഹത്തിൽ ഒരു ഉന്നത സ്ഥാനത്തേക്ക് അവരെ കൊണ്ടുവരിക എന്നുള്ളതാണ്. മാത്രമല്ല വിദ്യാർത്ഥികൾ തന്നെ സ്വന്തം ആത്മവിശ്വാസം നൽകിയിട്ട് അവരെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതായിരുന്നു അവരുടെ പ്രധാനമായിട്ടുള്ള ലക്ഷ്യം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസുകൾ എന്തൊക്കെയാണ് നോക്കാം. ഇതോടുകൂടി നമ്മളുടെ ഭാഗം കഴിയാണ്. ഇനി മൂന്നാമത്തെ സെക്ഷനിൽ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആരെക്കുറിച്ചാണ് പറയുന്നത്? ഒരു പെൺകുട്ടിയെ കുറിച്ചാണ് പറയുന്നത് എന്നുള്ളതാണ്. ഇനി നേരത്തെ പറഞ്ഞ പോലെ പ്രധാനപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻസുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ്. വാട്ട് കൈൻഡ് ഓഫ് പീപ്പിൾ ഡിഡ് മദർ തെരേസ ടേക്ക് കെയർ ഓഫ് ആൻഡ് വൈ? അല്ലെ, എങ്ങനത്തെ കുട്ടികളെയായിരുന്നു മദർ തെരേസ ടേക്ക് കെയർ ആയിരുന്നത്, അല്ലെ, സംരക്ഷിച്ചിരുന്നത്, അല്ലെ? ഒരിക്കലും ആരാരുമില്ലാത്ത, അല്ലെ, പാവപ്പെട്ട ആളുകളെയായിരുന്നു ആര് മദർ തെരേസ കെയർ ചെയ്തിരുന്നത് എന്നുള്ളതാണ്. വൈ, എന്തിനാണ് ചെയ്തിരുന്നത്? അവരെ കൂടെ കൂടുക, അവർക്ക് വേണ്ടി ജീവിക്കുക എന്നുള്ളതായിരുന്നു നമ്മളുടെ മദർ തെരേസയുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. ഹൗ ഡിഡ് മദർ തെരേസ ഫോഴ്സ് ദ ഹോസ്പിറ്റൽ ടു ടേക്ക് ഇൻ ദ സിക്ക് വുമൺ? ഒരു രോഗിയായിട്ടുള്ള ഒരു വുമന്റെ കഥ നേരത്തെ പറഞ്ഞല്ലോ. പുയരിച്ച് എറുമ്പരിച്ച് ഒക്കെ നിലത്ത് കിടന്നപ്പോൾ നമ്മളുടെ മദർ തെരേസയായിരുന്നു എടുത്തു കൊണ്ടുപോയിരുന്നത്. അപ്പോൾ ഈ മദർ തെരേസ എന്തിനാ അങ്ങനെ കൊണ്ടുപോയത്? എങ്ങനെ കൊണ്ടുപോയത്? മദർ തെരേസ സ്വന്തം ചെലവില് കൊണ്ടുപോവുകയാണ്. വേർ ഡിഡ് മദർ തെരേസ സെറ്റ് അപ്പ് ദ ഫസ്റ്റ് ഹോം സിക്ക് ആൻഡ് ദ ഡൈയിങ് എന്നുള്ളതാണ്. ഓക്കെ, എവിടെയായിരുന്നു ഇങ്ങനെ ഒരു സിറ്റുവേഷൻസിൽ ഉള്ള ആളുകളെ തെരഞ്ഞു പിടിച്ച് സംരക്ഷിച്ചിരുന്നത്? തൻ്റെ സ്വന്തം സ്ഥാപനത്തിൽ തന്നെയായിരുന്നു ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് പറയണത് ഹൗ ഡിഡ് ദ സെറ്റിൽ ഹർ പേഷ്യൻസ് വെൻ ദേ വേർ ക്യൂർഡ്? ഇങ്ങനെ രോഗിയാകുമ്പോൾ ആ രോഗികളൊക്കെ എങ്ങനെയായിരുന്നു ചികിത്സിച്ചിരുന്നത് എന്നുള്ളതാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അവർക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും നൽകി അവരെ മാത്രം കൈകാര്യം ചെയ്യുന്ന, അവർക്ക് എസ്പെഷ്യലി ആയിട്ടുള്ള ആളുകളെ കണ്ടെത്തി പ്രത്യേകം രോഗം നിർണയം നടത്തിയിട്ട് ചികിത്സ കൊടുത്തിരുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. ഓക്കെ, ഇനി നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഇത് ശരിയായതിന് നേരെ ശരിയിടാനാണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമ്മളുടെ ഒരു അധ്യായത്തിൽ പറയാനുള്ളത്. കൂടുതൽ അറിയുവാനും പഠിക്കുവാനും താല്പര്യമുള്ള വിദ്യാർത്ഥികളാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ നാഷണൽ അക്കാദമിയിൽ ജോയിൻ ചെയ്യുക. ഓക്കെ, താങ്ക് യു ടു ഓൾ.